ലോകരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉപജീവനത്തിനായി അധ്വാനിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ നോമ്പുകാലത്ത് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് സന്ദർശിക്കേണ്ടവരെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അതിനായി നമ്മൾ ഹൃദയത്തിൽ കരുതേണ്ട വചനഭാഗം മറിയം ഏലീശ്വായെ സന്ദർശിക്കുന്ന സംഭവമാണ്. ആ ഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കുറച്ചു കാലങ്ങളായി നമ്മുടെ ഇടയിൽ സന്ദർശനങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം പറഞ്ഞിരുന്നത് തിരക്കാണ് എന്നാണ്. എന്നാൽ ടൂറിനും കൂട്ടം കൂടാനും തിരക്കൊന്നും ഇല്ലതാനും. നമ്മുടെ തിരക്കുകളെ ദൈവം കൊറോണ വൈറസിലൂടെ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ആർക്കും തിരക്കില്ല. തിരക്കിലായാൽ വിവരം അറിയുകയും ചെയ്യും. അതുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില സന്ദർശനങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അവിടെയും അനുസരണമെന്ന ഒരു വലിയ പുണ്യം നമുക്ക് ലഭിക്കുമല്ലോ. കാരണം നമ്മൾ ആരെയും അനുസരിക്കാത്തവരും കീഴ്വഴങ്ങി ജീവിക്കാത്തവരുമായി വളർന്നു വരികയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എങ്കിൽ ജീവൻ പോലും അപകടത്തിലാകും എന്ന നിലയിലെത്തി. അങ്ങനെ ദൈവം മനുഷ്യനെ അനുസരണവും അടക്കവും ഒതുക്കവും പഠിപ്പിക്കാൻ കൊറോണ എന്ന ഒരു വൈറസിനെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും നമ്മൾ സന്ദർശിക്കണം. കാരണം നമ്മുടെ അടുത്ത തലമുറ അവരൊക്കെ ആരാണ് എന്നറിയാൻ മറ്റെന്ത് മാർഗമാണുള്ളത്? നമ്മൾ ഈ നോമ്പുകാലത്ത് വൃദ്ധരെയും രോഗികളെയും സന്ദർശിക്കണം. നമ്മളും ആ അവസ്ഥയിലെത്തുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ അത്. നമ്മൾ സന്ദർശിക്കേണ്ട മറ്റൊരു കൂട്ടരാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടിരിക്കുന്നവർ. ചിലപ്പോൾ നിങ്ങളുടെ സന്ദർശനം അവർക്ക് ആശ്വാസവും മുമ്പോട്ട് ജീവിക്കുവാനുള്ള കരുത്തും നൽകിയേക്കാം. മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് ഉത്തരവും ലഭിച്ചേക്കാം. വൈദികരെയും സമർപ്പിതരെയും സന്ദർശിക്കണം നമ്മൾ. അവർ ദൈവനാമത്തിൽ ഉപേക്ഷിച്ച മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പകരമായി നിങ്ങൾ അവരുടെ മുമ്പിൽ എത്തുകയാണ്, അവിടെ ചെന്ന് നിൽക്കുകയാണ്. മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പുരോഹിതരുടെയും സന്യസ്തരുടെയും പ്രാർത്ഥനയുടെ പിൻബലമുണ്ടാകും. ദുഃഖമനുഭവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കണം നമ്മൾ. ആശ്വസിപ്പിക്കുന്ന കരങ്ങളും വാക്കുകളും സാന്നിധ്യവും ദൈവത്തിന് പകരമായി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലം നൽകാതിരിക്കുമോ? നമ്മൾ സന്ദർശിക്കേണ്ട മറ്റൊരു കൂട്ടരാണ് നമ്മുടെ ഉപകാരികളും നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരും. ഇവർ രണ്ടു കൂട്ടരും നമുക്ക് ഉപകാരികൾ തന്നെയാണ്. ഉപകാരികൾ സന്തോഷം തരുന്നു, പിണക്കമുള്ളവർ ദുഃഖം തരുന്നു. സന്തോഷം സുഖം തരുമ്പോൾ ദുഃഖം നമ്മെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് അവരെയും നമ്മൾ സന്ദർശിക്കണം. ഇങ്ങനെ ഈ ക്രിസ്മസ് നോമ്പുകാലം സന്ദർശനങ്ങളുടെയും ഒരു കാലമായി തീരട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് പകർന്നു നൽകുകയും അവർക്കാവശ്യമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവ്വം ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.